ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 24-ാം അധ്യായം 14-ാം തിരുലിഖിതം. എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. അതിനുശേഷം അന്ത്യം ആഗതമാകും. യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും അഭിഷേകാഗ്നി ദൈവവചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം. ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത് വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിൽ 28-ാം അധ്യായത്തിലെ 20-ാമത്തെ തിരുലിഖിതമാണ്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുക. ഇത് എൻ്റെയും നിങ്ങളുടെയും മേൽ, സഭ മുഴുവൻ്റെ മേൽ യേശുക്രിസ്തു നൽകിയിരിക്കുന്ന അത്യുന്നതമായ ഒരു ഡ്യൂട്ടിയാണ്, ഒരു ദൗത്യമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ ദൈവരാജ്യത്തിൻ്റെ ആത്മാവ് ഹൃദയങ്ങളെ സ്പർശിക്കുന്ന നിമിഷങ്ങളാണ്. ദൈവരാജ്യത്തിൻ്റെ ആത്മാവ് കുടുംബങ്ങളിലും സമൂഹങ്ങളിലും വലിയ സൗഖ്യങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും വർഷിക്കുന്ന നിമിഷങ്ങളാണ്. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഞാൻ മസ്കറ്റിൽ സ്റ്റാഫ് നേഴ്സായി ജോലി ചെയ്യുന്നു. സാധിക്കുമ്പോഴെല്ലാം ഞങ്ങൾ അഭിഷേകാഗ്നി പ്രോഗ്രാം കാണാറുണ്ട്. ഞാൻ ഈ കത്ത് എഴുതുന്നത് എൻ്റെ ലണ്ടനിലുള്ള ചേച്ചിയുടെ മോൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടതിനെക്കുറിച്ച് വെളിപ്പെടുത്താനാണ്. കഴിഞ്ഞ വർഷം ചേച്ചി ഫോണിൽ സംസാരിച്ചപ്പോൾ വളരെ വിഷമത്തോടെ പറഞ്ഞു, എൻ്റെ രണ്ടാമത്തെ മോൻ 4 വയസ്സുള്ള ഷോണിന് ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നു. അവൻ്റെ മൂക്കിൻ്റെയും കണ്ണിൻ്റെയും ഇടയ്ക്ക്, അതായത് പുരികത്തിന് താഴെയുള്ള ഭാഗത്ത് ഒരു കല്ലിച്ച മുഴ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അത് എന്താണെന്നറിയാൻ അവിടെയുള്ള ഡോക്ടേഴ്സിനെ കാണിച്ചു. CT സ്കാൻ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഈ മുഴ ഓപ്പറേറ്റ് ചെയ്ത് കളയണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. 4 വയസ്സ് മാത്രമുള്ള മോനെ ഒരു ഓപ്പറേഷന് വിടുന്നത് ഒരു ചെറിയ റിസ്ക് ഉണ്ടെന്നും ഡോക്ടർമാർ പറഞ്ഞു. അതുകൊണ്ട് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാമെന്ന് ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചു. ചേച്ചിയും ഹസ്ബൻഡും വളരെ വിഷമിച്ചു, ഒരുപാട് പ്രാർത്ഥിച്ചു. ഈ വിവരം അറിഞ്ഞപ്പോൾ ഞാൻ അഭിഷേകാഗ്നിയുടെ ആരാധന സമയത്ത് മോനെ സമർപ്പിച്ച് തീഷ്ണമായി പ്രാർത്ഥിച്ചു. ദൈവമേ, മോനിലുള്ള ആ കണ്ണിലെ അസുഖം എടുത്തു മാറ്റണമേ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം അവർ വീണ്ടും ഒരു ചെക്കപ്പിന് പോയി. അത്ഭുതമെന്ന് പറയട്ടെ, ആ മുഴ അപ്രത്യക്ഷമായിരിക്കുന്നു. ഡോക്ടർ അവനെ കുറേ സമയം തിരിച്ചും മറിച്ചും നോക്കി, അവിടെ ഒന്നും കാണാൻ സാധിച്ചില്ല. വീണ്ടും ഒരു CT സ്കാൻ കൂടി ഡോക്ടർ എഴുതിയിട്ട് പെട്ടെന്ന് അദ്ദേഹം എന്തോ ആലോചിച്ചിട്ട് പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല, വേണമെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഒന്നും കൂടി ചെക്കപ്പിന് വന്നാൽ മതിയെന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ വീണ്ടും ചേച്ചിയെ വിളിച്ച് അന്വേഷിച്ചു. അപ്പോൾ പറഞ്ഞത് മോന് പിന്നീട് ഇന്ന് വരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്നത്രേ. അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ലണ്ടനിലുള്ള എൻ്റെ ചേച്ചിയുടെ കുടുംബത്തിൽ യേശുവിന്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തി, അത്ഭുത സൗഖ്യമായി വ്യാപരിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ മാത്രമല്ല, നമ്മുടെ ബന്ധുക്കളോ നമ്മുടെ പ്രിയപ്പെട്ടവരായ ആരെങ്കിലും വിദൂരങ്ങളിലുണ്ടെങ്കിൽ, അവരുടെ ഒരു കുടുംബത്തിലൊരു വേദനയുണ്ടെങ്കിൽ, കുടുംബത്തിലൊരു പ്രശ്നമുണ്ടെങ്കിൽ, ആ പ്രശ്നവും യേശുക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജായിറൂസിൻ്റെ മകൾ, അവൾ രോഗിയായി മരണാസന്നയായി വീട്ടിൽ കിടക്കുമ്പോൾ സിനഗോഗ് അധികാരി ജായിറൂസ് വന്ന് യേശുവിനോട് പറഞ്ഞു, എൻ്റെ മകൾ രോഗിയായി വീട്ടിൽ കിടക്കുന്നു. യേശു ജായിറൂസിൻ്റെ കൂടെ പുറപ്പെട്ട് ആ വീട്ടിൽ പോയി ആ കുഞ്ഞിനെ സുഖപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. എല്ലാവരും സ്തുതിക്കട്ടെ. വിശ്വാസമുള്ളവരും ഇല്ലാത്തവരും അനുഭവങ്ങളുള്ളവരും ഇല്ലാത്തവരും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ മുറുകെ പിടിച്ച് കർത്താവായി യേശുവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, സഭയോട് ചേർന്ന് ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, മാലാഖമാരോട് ചേർന്ന് ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, വിശുദ്ധരോട് ചേർന്ന് ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, രക്തസാക്ഷിയോട് ചേർന്ന് ഞങ്ങളങ്ങ് ആരാധിക്കുന്നു.
സ്ത്രീഹന്മാരോട് ചേർന്ന് ഞങ്ങൾ ആരാധിക്കുന്നു. ഈ സമയം കുടുംബങ്ങളിലേക്ക് യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ ശക്തി വ്യാപരിക്കട്ടെ. ഓരോ കുടുംബങ്ങളിൽ നിന്ന് കാലങ്ങളായുള്ള തിന്മയുടെയും രോഗത്തിന്റെയും തകർച്ചയുടെയും ആധിപത്യങ്ങൾ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേരാൻ തടസ്സമായി ദൈവമക്കളെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ തടസ്സങ്ങളും നസ്രയന്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഓ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയട്ടെ, ജ്ഞാനത്തിന്റെ അഭിഷേകം നിറയട്ടെ, കൃപയുടെ അഭിഷേകം നിറയട്ടെ, ഉണർവിന്റെ അഭിഷേകം നിറയട്ടെ. വെളിപാടുകളുടെയും അരുളപ്പാടുകളുടെ അഭിഷേകങ്ങൾ കുടുംബങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കും ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. പഠിപ്പിക്കുക. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ 28-ാം അധ്യായം 20-ാം തിരുലിഖിതം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. ഈശോ ഈ ലോകം വിട്ട് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് ശ്ലീഹന്മാരെ ഭരമേൽപ്പിച്ച അത്യുന്നതമായ ദൗത്യമാണത്. പഠിപ്പിക്കുക, പഠിപ്പിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിൻ്റെ ജീവിതകാലത്തും യേശു ഈ കാര്യം നന്നായി ചെയ്തിരുന്നതായി വിശുദ്ധ ലിഖിതങ്ങളിൽ കാണാൻ സാധിക്കും. വിശുദ്ധ മർക്കോസ് ശ്ലീഹായുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 7-ാമത്തെ തിരുലിഖിതം, അവൻ ഗ്രാമപ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ തൻ്റെ 12 പേരെ അടുത്ത് വിളിച്ച് 2 പേരെ വീതം അയക്കാൻ തുടങ്ങി. അശുദ്ധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരവും കൊടുത്തു. ഹല്ലേലൂയ. യേശു ജീവിച്ചിരുന്ന കാലത്ത് യേശു ചെയ്തിരുന്നത് ഗ്രാമപ്രദേശങ്ങളിലൂടെ ചുറ്റി സഞ്ചരിച്ചു, ചുറ്റി സഞ്ചരിച്ച് അവൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നു എന്ന് മർക്കോസിന്റെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ തിരുലിഖിതത്തിൽ നമ്മൾ വായിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് യേശു ശിഷ്യന്മാരെ 2 പേരായിട്ട് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു എന്നും ബൈബിളിൽ നമ്മൾ വായിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു ഇടവകയിലെ വാർത്ത കേൾക്കാൻ ഇടവന്നു. ഒരു വികാരി അച്ഛൻ നന്നായി ഒരു ഇടവകയെ നോക്കി പുലർത്തിക്കൊണ്ടുവരികയാണ്. ആ ഇടവകയിൽ ആ വികാരി അച്ഛൻ ഏതാണ്ട് 4 വർഷത്തോളം ശുശ്രൂഷ ചെയ്തു. ഈ 4 വർഷങ്ങളിലും ആ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും കാണാനും പഠിപ്പിക്കാനും ആ വികാരിച്ചൻ സമയം ചെലവഴിച്ചുകൊണ്ടിരുന്നു. മദ്യപാനികളോട് മദ്യപിക്കരുതെന്നും യുവജനങ്ങളോട് തെറ്റായ വഴിയിലേക്ക് പോകരുതെന്നും നിരന്തരം ഇടവക ദേവാലയത്തിലെ ഞായറാഴ്ച പ്രസംഗങ്ങളിൽ ആ അച്ഛൻ വലിയ തീഷ്ണതയോടെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ പരിണതഫലമായി ആ ഇടവകയിൽ വലിയ വ്യത്യാസമുണ്ടായി. യുവജനങ്ങൾ കൂട്ടം കൂട്ടമായി ധ്യാനം കൂടി. അവർ ഉണർവോടെ ദേവാലയത്തിലേക്കും ഇടവകയിലേക്കും വന്നു. അവിടെയുള്ള മുതിർന്നവർ ധ്യാനം കൂടി, മദ്യപാനം നിർത്തി, ചീട്ടുകൾ നിർത്തി. ഒരു നല്ല പറ്റം ആളുകൾ, ഒരു വലിയ വ്യൂഹം ആളുകൾ ദൈവത്തിലേക്കും വിശുദ്ധ ജീവിതത്തിലേക്കും തിരിഞ്ഞു വന്നു. ഹല്ലേലൂയ. അതിനുശേഷം ആ വികാരിയച്ഛൻ അവിടുന്ന് സ്ഥലം മാറിപ്പോയി. അച്ഛൻ തീഷ്ണമതിയായ ഒരു അച്ഛനാണ്. അച്ഛൻ അവിടുന്ന് സ്ഥലം മാറിപ്പോയി. അതിനുശേഷം ഒരു കൊച്ചച്ഛൻ ആ ദേശത്തേക്ക് വന്നു. ആ അച്ഛൻ അച്ഛൻ്റെതായ കാഴ്ചപ്പാടിൽ അവിടെ ധാരാളം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ നാളുകൾക്ക് ശേഷം പഴയ വികാരിയച്ഛൻ വീണ്ടും ഒരു ബലിയർപ്പിക്കാൻ വേണ്ടി ഇടവക ദേവാലയത്തിലേക്ക് വന്നു. അപ്പോൾ കണ്ട കാഴ്ച, ജനങ്ങൾ, വളരെയധികം ജനങ്ങൾ മദ്യപാനത്തിലും വളരെയധികം ജനങ്ങൾ ഭക്തിരാഹിത്യത്തിലേക്കും പോയിരിക്കുന്നൊരു കാഴ്ചയാണ്. പള്ളിയിൽ വളരെ ചുരുക്കം ആളുകൾ വരുന്നത്, പലരും മദ്യപിച്ച് ലക്കുകെട്ട് നിൽക്കുകയാണ്. ഉടനെ ആ പഴയ വികാരിയച്ഛൻ പുതിയ അച്ഛനോട് പറഞ്ഞു, കൊച്ചച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പള്ളിയിൽ ആവർത്തിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് മാറ്റം വരും. നമ്മളവരോട് പറയണം, നമ്മളവരെ സ്നേഹിക്കണം, നമ്മളവരോട് പറയണം. അപ്പോൾ ആ കൊച്ചച്ഛൻ ആ വല്യച്ഛനോട് പറഞ്ഞത് ഞാൻ കേൾക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: അച്ഛൻ കഴിഞ്ഞ 4 വർഷങ്ങൾ പറഞ്ഞല്ലോ, അതിൻ്റെ ഇഫക്റ്റ് എത്രയുണ്ടെന്ന് നോക്കട്ടെ, അതിനുശേഷം ഞാൻ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ പറയാം. അച്ഛനാ പറഞ്ഞതിൻ്റെ ശക്തി കൊണ്ട് അവരെത്രത്തോളം ജീവിക്കുന്നുണ്ടെന്ന് ഞാനൊന്ന് കാണട്ടെ, എന്നിട്ട് വേണ്ടി വന്നാൽ പിന്നെ പറയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്,
നിരന്തരം പഠിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ബോധ്യം നഷ്ടപ്പെട്ട ഒരു അന്തരംഗം, ബോധ്യം നഷ്ടപ്പെട്ട ഒരു സാഹചര്യം. ഒരു തവണയോ 2 തവണയോ പറഞ്ഞു, 5 തവണയോ 10 തവണയോ പറഞ്ഞു. ഇനി അത് കേട്ട് ഇവർ ജീവിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കട്ടെ. അങ്ങനെ നോക്കിയിരിക്കാൻ വേണ്ടിയല്ല എന്നെയും നിങ്ങളെയും കർത്താവ് ഈശോ മിശിഹാ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഇടതടവില്ലാതെ ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കണമെന്നും പാപത്തിലേക്കും ഭക്തിരാജ്യത്തിലേക്കും പോകുന്ന ഓരോ ആത്മാക്കളെ നിരന്തരം ഉപദേശിക്കണമെന്നും ദൈവവചനം പഠിപ്പിക്കുന്നില്ലേ? ഹെബ്രായ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 13-ാം തിരുലിഖിതം അതല്ലേ പഠിപ്പിക്കുന്നത്? ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന കാലം ഉള്ളിടത്തോളം കാലം നിങ്ങൾ പരസ്പരം ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുവിൻ. പരസ്പരം ഉപദേശിക്കുവിൻ, പരസ്പരം പഠിപ്പിക്കുവിൻ. 1, 2, 5, 10, 100 ദിവസത്തേക്കല്ല. ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ദിവസങ്ങൾ ഉള്ളിടത്തോളം കാലം നിങ്ങൾ പരസ്പരം ഉപദേശിക്കണം, പരസ്പരം ഉപദേശിക്കണം. ഇത് ദൈവത്തിൻ്റെ ആത്മാവ് ദൈവവചനത്തിലൂടെ എന്നെയും നിങ്ങളെയും ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. വേറൊരു പുസ്തകം വായിച്ചപ്പോൾ ആ പുസ്തകത്തിൽ ഒരു തിയോളജിന് ഒരു അഭിപ്രായം എഴുതിയിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അഭിപ്രായം എങ്ങനെയാണ്? 1990 മുതൽ 2000 വരെ 10 വർഷങ്ങൾ സുവിശേഷ ദശകമായി തിരുസഭ ആചരിച്ചു. ധാരാളം പ്രസംഗങ്ങളും ക്ലാസ്സുകളും ആ കാലഘട്ടങ്ങളിൽ നടന്നു. അപ്പോൾ ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്, ഇനി 10 വർഷം മിണ്ടാതിരിക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കണ്ടമാനം പഠിപ്പിച്ചിട്ട് കാര്യമില്ല, ഇനി മിണ്ടാതിരിക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനം അതാണോ എന്നോട് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്? ദൈവവചനം അതാണോ എന്നോട് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്താണ് നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത്? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. 1 ദിവസമോ 2 ദിവസമോ 5 ദിവസമോ 10 ദിവസമോ പഠിപ്പിച്ചിട്ട് പിന്നെ മിണ്ടാതിരിക്കാനല്ല ദൈവവചനം നമ്മളോട് ആവശ്യപ്പെടുന്നത്. വെറുതെ ഒരു സിമ്പിൾ ലോജിക്ക് തന്നെ ചിന്തിച്ച് നോക്കുക. വെറും ഒരു കോൾഗറ്റിനെ കുറിച്ചുള്ള പരസ്യം, ഒരു ടൂത്ത് പേസ്റ്റിനെ കുറിച്ചുള്ള പരസ്യം, അല്ലെങ്കിൽ ഒരു പൽപ്പടിയെ കുറിച്ചുള്ള പരസ്യം, അത് ഒരു ദിവസം എത്ര തവണ ടി വിയിൽ വരണത്? 1 തവണ 2 തവണ പറഞ്ഞിട്ട് ആളുകൾ മനസ്സിലാക്കി മേടിച്ചോളൂ എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ഇത് ആവർത്തിച്ച് ടി വി കാണിക്കേണ്ട കാര്യമുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും ദൈവം ഏൽപ്പിച്ചു തന്നിരിക്കുന്ന നിത്യരാജ്യത്തിന് നിത്യസത്യങ്ങൾ 1, 2 തവണ പറഞ്ഞിട്ട് മിണ്ടാതിരിക്കാൻ വേണ്ടിയാണോ അത് നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്? ദൈവരാജ്യത്തിന് നിത്യസത്യങ്ങൾ ഞാനും നിങ്ങൾ ഇടതടവില്ലാതെ ആവർത്തിച്ച് ജനങ്ങളോടും സഭയോടും സഭാ സമൂഹങ്ങളോടും ദേശങ്ങളോടും ജനതകളോടും വംശങ്ങളോടും ഗോത്രങ്ങളോടും രാജ്യങ്ങളോടും ഞാനും നിങ്ങൾ പ്രഘോഷിക്കണം. സകല സൃഷ്ടികൾ അത് കേൾക്കണം. സമസ്ത സൃഷ്ടികൾക്കും വേണ്ടി ഞാനും നിങ്ങളത് പറയണം, പഠിപ്പിക്കണം. ജെറമിയ 23, 28, 29 തിരുലിഖിതങ്ങൾ. എൻ്റെ വചനം ലഭിച്ചിട്ടുള്ളവൻ അത് വിശ്വസ്തയോടെ പ്രഖ്യാപിക്കട്ടെ. എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയും ശക്തമായ ദൈവശക്തിയാണെന്ന് തിരുലിഖിതത്തിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഈ വചനം ഞാനും നിങ്ങളും എൻ്റെയും നിങ്ങളുടെയും ജീവിതകാലത്ത് ശക്തമായി പ്രഘോഷിച്ചാൽ, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ വലിയ വിടുതലും വ്യത്യാസം സംഭവിക്കും. മദ്യപാനത്തിൽ ഇരിക്കുന്നവര്, ദുർവൃത്തി ഇരിക്കുന്നവര്, പാപത്തിൽ ഇരിക്കുന്നവര്, പൈശാചികവാദം ഇരിക്കുന്നവര്, സാത്താന്യ ആരാധന ഇരിക്കുന്നവര്, തിരുസഭ ഉപേക്ഷിച്ചവര്, വിശ്വാസം നഷ്ടപ്പെട്ടവര്, വിശ്വാസമാന്യത്തിൽ ഇരിക്കുന്നവര്, ദുർവൃത്തി ഇരിക്കുന്നവര്, ഈ അഗ്നി പോലുള്ള ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ആ വചനം കേട്ട് ആ വചനശക്തിയാൽ തിന്മയുടെ കെട്ടുകളഴിഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ വിടുതലിൻ്റെ അഭിഷേകമുള്ള ജനമായി രൂപാന്തരപ്പെടും. അതുകൊണ്ടാണ് വിശുദ്ധ ലിഖിതത്തിൽ പരിശുദ്ധാത്മാവ് ഈ കാര്യം പ്രഖ്യാപിക്കുന്നത്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരു സംഭവം കൊണ്ടുവരികയാണ്.